ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ വ്യാഴ ദശാകാലത്തെ സംബന്ധിച്ചും വ്യാഴ ദശാകാലത്ത് വരുന്ന മറ്റ് ഗ്രഹങ്ങളുടെ അപഹാരകാലത്തെക്കുറിച്ചും ഫലങ്ങളെക്കുറിച്ചും പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. വ്യാഴ ദശാകാലം 16 വർഷമാണ്. ഈ കാലത്ത് ജാതകർക്ക് എല്ലാ കാര്യത്തിലും ഉത്കർഷമായ അവസ്ഥയുണ്ടാകും. ഉത്കൃഷ്ടങ്ങളായ സ്ഥാനമാനങ്ങൾ ലഭ്യമാകുന്ന കാലവും ആയിരിക്കും. സർവ കാര്യങ്ങളിലും വിജയങ്ങളുണ്ടാകും. തൊഴിൽ രംഗത്ത് നല്ല അഭിവൃദ്ധിയുണ്ടാകും. കോടതികളിലും മറ്റ് നിയമ സംവിധാനങ്ങളിലുമായി നിലനിൽക്കുന്ന കേസുകളിലും മറ്റും വിജയങ്ങളും ഉണ്ടാകുന്നതാണ്. ഈ കാലത്ത് വിവാഹം, സന്താന ലാഭം, സർക്കാർ ജോലി ലഭ്യമാകുക, കർമ്മരംഗത്തിന് നല്ല പുഷ്ടിയുണ്ടാകുക, കീർത്തിയും യശസ്സും ഉണ്ടാകുക, പലവിധ ദ്രവ്യങ്ങളുടെയും ലാഭാനുഭവങ്ങളും മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാകുകയും തുടങ്ങിയ ശുഭഫലങ്ങളും, ഭാര്യാസുഖത്തിന് ഹാനിയുണ്ടാകുക, ശത്രുക്കളുടെ വർധനയുണ്ടാകുക, നിയമപരമായ കേസുകളും മറ്റു നൂലാമാലകളും ഉണ്ടാകുക തുടങ്ങിയ അനിഷ്ടങ്ങളും ഈ കാലത്ത് ജാതകർക്ക് ഉണ്ടാകുന്നതാണ്. വ്യാഴദശയുടെ ആദ്യഘട്ടം ദോഷാനുഭവങ്ങളും ശേഷംകാലം ശുഭാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. ജനന സമയം വ്യാഴത്തിന് കേന്ദ്രാധിപത്യം ഉണ്ടാകുക, നീച രാശി സ്ഥിതി ഉണ്ടാകുക, മൗഢ്യം ഉണ്ടാകുക, ദുസ്ഥാനത്തിന്റെ ആധിപത്യമോ ദുസ്ഥാനത്ത് സ്ഥിതിയോ ഉണ്ടാകുക തുടങ്ങിയ ബലഹീന അവസ്ഥയിൽ വ്യാഴം നിന്നാൽ ജാതകന് യാതൊരുവിധ ഗുണാനുഭവങ്ങളും ഉണ്ടാകുകയില്ല. എന്നാൽ ഉച്ചക്ഷേത്രസ്ഥിതി, മൂലക്ഷേത്രസ്ഥിതി, സ്വക്ഷേത്രത്തിലെ സ്ഥിതി, ബന്ധുക്ഷേത്രത്തിലെ സ്ഥിതി തുടങ്ങി വ്യാഴം നല്ല സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ ജാതകന് വ്യാഴത്തിന്റെ ദശാകാലം വളരെ ശോഭനങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന കാലമായിരിക്കും. ഈ കാലത്ത് ജാതകർക്ക് ദേവപൂജാദി കർമ്മങ്ങൾ, വിദ്യ, വേദ അഭ്യാസം, ബുദ്ധിക്ക് വികാസം, മാഹാത്മ്യം, ഉത്സാഹം, മന്ത്രം, നീതി, സർക്കാർ എന്നിവയിൽ നിന്ന് ജാതകന് ധനപ്രാപ്തിയുണ്ടാകും. സ്വർണം, കുതിര, പുത്രന്മാർ, ആന, വസ്ത്രം, നല്ല ഉത്തമരായിട്ടുള്ള ഭരണാധികാരികളിൽ നിന്ന് പാരിതോഷികങ്ങൾ, അവരുടെ അനുമോദനങ്ങൾ തുടങ്ങിയവയും സൂക്ഷ്മമായ നിരീക്ഷണ പാടവവും ശാസ്ത്ര വിഷയങ്ങളിൽ നല്ല നൈപുണ്യവും, ധർമ്മനീതികൾ പാലിക്കാത്തവരോട് വിരോധവും, വാഹന ലാഭവും, നല്ല സൗന്ദര്യമുണ്ടാകുകയും അഭിമാനബോധം ഉണ്ടാകുകയും ഒക്കെ ഈ കാലത്ത് ഫലങ്ങളായി വരും. അടുത്തതായി വ്യാഴ ദശാകാലത്ത് മറ്റ് ഗ്രഹങ്ങളുടെ അപഹാരകാലത്തെക്കുറിച്ചും ആ കാലത്തെ ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അനുഭവങ്ങളെക്കുറിച്ചും പറയാം. ആദ്യം വ്യാഴത്തിൻ്റെ സ്വാപഹാരകാലമാണ്. അത് 2 വർഷവും 1 മാസവും 18 ദിവസവും നീണ്ടു നിൽക്കുന്ന കാലമാണ്. ഈ കാലത്ത് നല്ല കാന്തിയുണ്ടാകുക, സൗഭാഗ്യങ്ങൾ ഉണ്ടാകുക, ബഹുമതികൾ ലഭ്യമാകുക, വിദ്യാവിജയങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ ഗുണഫലങ്ങൾ ഉണ്ടാകും. എങ്കിലും വ്യാഴത്തിൻ്റെ സ്വാപഹാരകാലം ജാതകർക്ക് അത്ര ഗുണകരമായ കാലമല്ല എന്നാണ് ആചാര്യപക്ഷം. അടുത്തത് ശനിയുടെ അപഹാരകാലമാണ്. ഈ കാലം 2 വർഷവും 6 മാസവും 12 ദിവസവും ആയ കാലമാണ്. ഈ കാലത്ത് ദുർജനങ്ങളുമായി സഹവസിക്കുവാൻ ഇടയാകുക, മദ്യപാനത്തിലേർപ്പെടുക, അന്യ സ്ത്രീകളുമായി ശാരീരിക വേഴ്ചയുണ്ടാകുക, തൊഴിലിൽ മാന്ദ്യം അനുഭവപ്പെടുക, ധനനഷ്ടം ഉണ്ടാകുക,
സഞ്ചാരം തുടങ്ങിയ അശുഭ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. അടുത്ത അപഹാരം ബുധന്റെ അപഹാരമാണ്. ഈ കാലം 2 വർഷവും 3 മാസവും 6 ദിവസവും നീണ്ടു നിൽക്കുന്ന കാലമാണ്. ഈ കാലത്ത് ദുഷിച്ച കൂട്ടുകെട്ടുകൾ നിമിത്തമായോ സ്ത്രീകൾ നിമിത്തമായോ ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളോ അപവാദങ്ങളോ ഉണ്ടാകുകയും കച്ചവട സംബന്ധമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ ധനലാഭം സിദ്ധിക്കുകയും ചെയ്യുന്നതാണ്. അടുത്തത് കേതുവിൻ്റെ അപഹാരകാലമാണ്. ഈ കാലം 11 മാസവും 6 ദിവസവും നിൽക്കുന്ന കാലമാണ്. ഈ കാലത്ത് ശരീരത്തിന് ആരോഗ്യമില്ലായ്മ അനുഭവപ്പെടുക, രോഗങ്ങൾക്ക് വിധേയനാകുക, കുടുംബത്തിൽ പലവിധ അസ്വസ്ഥതകളും ഉണ്ടാകുക, ജനങ്ങളോട് വിരോധം തോന്നുക, ബന്ധുജനങ്ങളുടെ വേർപാടോ മരണമോ ഉണ്ടാകുക തുടങ്ങിയ അനുഭവങ്ങൾ ഈ കാലത്ത് ജാതകർക്ക് ഉണ്ടാകും. എന്നാൽ കേതു ബലവാനും ഇഷ്ടഭാവത്തിൽ സ്ഥിതിയും മറ്റും ഉണ്ടായാൽ ഈ കാലത്ത് തീർത്ഥാടനം, പുണ്യ ദേവാലയ ദർശനം തുടങ്ങിയ ശുഭകാര്യങ്ങളും സംഭവിക്കും. അടുത്തത് ശുക്രാപഹാര കാലമാണ്. 2 വർഷം 8 മാസം ആണ് ശുക്രാപഹാര കാലം. ഈ കാലത്ത് പലവിധങ്ങളായ ദ്രവ്യങ്ങളുടെയും ലാഭവും ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും സുഖവും ഗ്രഹോപകരണങ്ങൾ സ്വന്തമാകുകയും തുടങ്ങിയ ശുഭഫലങ്ങൾ ഉണ്ടാകും. അടുത്തത് സൂര്യ അപഹാര കാലമാണ്. അത് 9 മാസവും 18 ദിവസവുമാണ്. ഈ കാലത്ത് നല്ല യശസ്സും കീർത്തിയും ഉണ്ടാകുക, സർക്കാരിൽ നിന്ന് നല്ല ആനുകൂല്യങ്ങൾ ലഭ്യമാകുക, നല്ല സമൃദ്ധിയും ഉണ്ടാകുക, അധികാരലബ്ധി ഉണ്ടാകുക, ഉദ്യോഗം ലഭിക്കുക, ഉദ്യോഗമുള്ളവർക്ക് പ്രമോഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുക, നല്ല ജനസമ്മതി ഉണ്ടാകുക, വാഹനങ്ങൾ സ്വന്തമാകുക തുടങ്ങിയ ശുഭ അനുഭവങ്ങൾ ഉണ്ടാകും. വ്യാഴ ദശാകാലത്തെ സൂര്യാപഹാര കാലം ജാതകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വരുന്ന കാലമാണ്. അടുത്തത് ചന്ദ്രാപഹാര കാലമാണ്. അത് 1 വർഷവും 4 മാസവും ആണ്. ഈ കാലത്ത് സൂര്യാപഹാരത്തിൽ ലഭ്യമായ എല്ലാ ശുഭഫലങ്ങളും ചന്ദ്രാപഹാര കാലത്തും ജാതകർക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് ചൊവ്വയുടെ അപഹാരകാലമാണ്. അത് 11 മാസവും 6 ദിവസവും ആയ കാലമാണ്. ഈ കാലത്ത് ശത്രുക്കളിൽ നിന്നും വളരെ വലിയ ധനലാഭങ്ങൾ ഉണ്ടാകും. അതായത് കേസുകളിൽ നിന്നും മറ്റുമൊക്കെയായി കോടതികളിൽ നിന്നും ലഭിക്കുന്ന നഷ്ടപരിഹാര തുകകൾ പോലെയുള്ള കാര്യങ്ങളാണ് ശത്രുക്കളിൽ നിന്നും ലഭിക്കുന്ന ധനലാഭങ്ങൾ. നല്ല കീർത്തിയും പ്രഭാവവും ജനപ്രീതിയും ഉണ്ടാകുക, ഭൂമി സ്വന്തമാകുക, ഉദ്യോഗത്തിൽ സ്ഥാനകയറ്റം തുടങ്ങിയ ശുഭാനുഭവങ്ങളും തൊഴിൽ തടസ്സങ്ങളും സഞ്ചാരക്ലേശവും കണ്ണുകൾക്ക് രോഗാതിപീഡകളും തുടങ്ങിയ അശുഭങ്ങളും ഉണ്ടാകും. അടുത്തത് രാഹുവിൻ്റെ അപഹാരകാലമാണ്. ഈ കാലം 2 വർഷം 4 മാസം 24 ദിവസം. ഈ കാലത്ത് മനോദുഃഖങ്ങളും ദേഹപീഡയും അനുഭവമാകുകയും പിതാവ്, ഗുരുജനങ്ങൾ തുടങ്ങിയവർക്ക് നാശമോ മരണമോ ഉണ്ടാകുകയും ധനനഷ്ടം ഉണ്ടാകുകയും നിയമവ്യവഹാരങ്ങളിൽ ചെന്ന് പെടുക തുടങ്ങിയ അശുഭങ്ങൾ ഉണ്ടാകുന്നതാണ്. അടുത്തത് വ്യാഴ ദശാകാലത്തിൻ്റെ അന്ത്യകാലഘട്ടവും പൊതുവെ ആപൽക്കരമായ ഒരു കാലമായിരിക്കും. ജാതകരിൽ ചിലർക്ക് ഈ കാലത്ത് മരണം വരെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ആചാര്യന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിതൃമരണം, ഭാര്യാമരണം തുടങ്ങിയ അശുഭങ്ങളും ഈ കാലത്ത് ഉണ്ടാകാവുന്ന ദുരനുഭവങ്ങൾ ആണ്. വ്യാഴദശാകാല ഫലങ്ങളും അപഹാരകാല ഘട്ടങ്ങളും ഫലങ്ങളും പറഞ്ഞ പുതിയ ഒരു വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹപ്പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ
ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 9605232894 എന്ന ഫോൺ നമ്പറോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.